എൻ്റെ പേര് മുഹമ്മദ്, അധ്യാപകനായിരുന്നു, റിട്ടയർഡാണ്. എനിക്ക് ഡയബറ്റിക്കും അതുപോലെ പ്രഷർ, ഹാർട്ടിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. ഇതിൻ്റെ ഭാഗമായി ഡോക്ടേഴ്സിനെ തുടർച്ചയായിട്ട് കാണിക്കാറുണ്ട്, പീരിയഡിക്കലായിട്ട്. അപ്പോൾ കണ്ട് മരുന്നൊക്കെ കഴിക്കും. അപ്പോൾ എനിക്ക് മൂക്കടപ്പ്, വളരെ ശക്തമായ മൂക്കടപ്പുണ്ടായി. പല മരുന്നും മൂക്കടപ്പ് മാറാൻ വേണ്ടി അലർജിയാണെന്ന് പറഞ്ഞിട്ട് മരുന്നൊക്കെ കഴിച്ച്. പക്ഷേ ആ കുറച്ച് കഴിക്കുന്ന സമയത്ത് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും, വീണ്ടും ഇതുണ്ടാവും. പൊതുജനങ്ങളിടയിൽ കയറി സംസാരിക്കാനോ അല്ലെ ഫംഗ്ഷന് പങ്കെടുക്കാൻ പോലും കഴിയാത്തത്ര വളരെ പ്രയാസം അനുഭവപ്പെടുന്നൊരു രംഗമായിരുന്നു. എൻ്റെ മകള് ഡോക്ടറാണ്. അവള് ഒരു അലർജി ആസ്മ ഫൗണ്ടേഷൻ മണ്ണാർക്കാടുള്ള ആ ക്ലിനിക്കിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ഒറ്റ തവണ പോയിട്ടേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ വിനീത് ഡോക്ടർ എന്നെ പരിശോധിച്ചു. അപ്പോൾ 2 ടെസ്റ്റ് ആയിട്ട് നടത്തി. ടെസ്റ്റിൻ്റെ പേര് എനിക്കുമായിട്ട് പറയാൻ പറ്റില്ല. ആ ടെസ്റ്റ് നടത്തിയതിൽ നിന്ന് അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് അലർജി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മറ്റെന്താണ് എൻ്റെ ഇതിന് ഈ മൂക്കടപ്പിന് കാരണം എന്ന് എന്നോട് ചോദിച്ചു. നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഷീട്ട് എൻ്റെ കയ്യിലെന്ന് വെച്ച് ആ മരുന്നിൻ്റെ ഷീട്ട് എടുത്തു കൊടുത്തു. അപ്പോൾ പരിശോധിച്ചപ്പോൾ ഞാൻ കഴിക്കുന്ന ഒരു മരുന്ന് ആണ് എനിക്ക് ഈ മൂക്കടപ്പ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ മരുന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് അതങ്ങനെ ഒഴിവാക്കി. എനിക്ക് ഡോക്ടർ ഒരു നേസൽ സ്പ്രേ എഴുതി തന്നു. അതൊരു മാസം അടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ സുഖമാവുമെന്നും പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നു. ആ ഡോക്ടർ പറഞ്ഞതുപോലെ ആ മരുന്ന് കൃത്യമായിട്ട് മൂക്കിൽ അടിച്ചു. എൻ്റെ പ്രോബ്ലം അവസാനിച്ചു. മൂക്കടപ്പുണ്ടായാലും നമ്മളൊക്കെ പറയില്ല, അതിന് പേരിടയിൽ അലർജി എന്നാണ്. പക്ഷേ അലർജി ആണോ അല്ലേ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഇല്ല. ഇപ്പോൾ പരിസരത്തൊന്നും കാണുന്നില്ല. അത് അലർജിക്കുള്ള മരുന്ന് കഴിക്കും, കുറച്ച് കഴിക്കുമ്പോൾ കുറച്ചേ സമാധാനം ഉണ്ടാകും, പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. യഥാർത്ഥ കാരണം കണ്ടെത്താതെ ഗുളിക മരുന്ന് ഒരുപാട് കഴിക്കുക എന്നല്ലാതെ വേറെ അതുകൊണ്ട് വലിയ ഫലമൊന്നും ഉണ്ടാവില്ല. ഇതിന് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിനെ കാണിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. എനിക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട്, വളരെ സംതൃപ്തിയാണ്. എൻ്റെ എല്ലാ പ്രയാസങ്ങളും തീർന്നു എന്ന് ഒരു സന്ദേശമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ആർക്കെങ്കിലും മൂക്കടപ്പിൻ്റെ അസുഖം ഉള്ളവർ, എനിക്ക് അവരോട് നിർദ്ദേശിക്കാനുള്ളത് നിർബന്ധമായിട്ടും അലർജി ആസ്മ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെടണം. അത് മണ്ണാർക്കാടാണ് അതിന് ക്ലിനിക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ക്ലിനിക്കിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ മാർഗം ഇതിന്. താങ്ക് യു, അലർജി ആസ്മ ഫൗണ്ടേഷൻ.